Christ in you, Christ in you, Christ in you. യുവജനമേ ഉണരൂ, നവഗണമായുയരൂ, യേശുവിൻ തിരുമാറിൽ ചേർന്ന് സ്നേഹം നുകർന്നിടൂ. യുവജനമേ ഉണരൂ, ആത്മാവിൽ ഉയരൂ, വരദാന ഫലത്തിൻ വർണ്ണക്കൊടികൾ പാരിൽ ഉയർത്തിടൂ. രക്ഷയുടെ പാദത്തൊപ്പി അണിഞ്ഞു ഒരുങ്ങണം, നീതിയുടെ കവചം ധരിച്ചു പോരിനൊരുങ്ങണം, വചനമീതല വാളെടുത്തിടണം, തന്നെ ജയിക്കാം വിശ്വാസ പരിചയ യുദ്ധവീരൻ യേശുവിൻ കൂടെ അണിചേർന്നിടണം. Christ in you, Christ in you, Christ in you. Christ in youth. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രൈസ്റ്റ് ഇൻ യൂത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വർണം ശുദ്ധീകരിക്കപ്പെടുന്നത് തീ കൊണ്ടാണ്. ക്രിസ്തീയ ജീവിതം മൂല്യമുള്ളതായി തീരുന്നത് സഹനം കൊണ്ടാണ്. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുക തൃശ്ശൂരിൽ നിന്നുള്ള ജീസസ് യൂത്തിലെ അംഗങ്ങളാണ്. ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പാടുകളും സഹനങ്ങളിലൂടെയും കടന്നുപോയി തങ്ങളുടെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി മൂല്യമുള്ളതായി തീർത്ത ഏതാനും യുവാക്കൾ. ഈ മക്കളെ ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Christ in youth. You can smile, that's the way it should be. I can smile, you can smile, that's the way it should be. Di-di-do, di-di, da-da-di-do, 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 di-di, da-da-di-do. I can dance, you can dance, that's the way it should be. I can dance, you can dance, that's the way it should be. Di-di-do, di-di, da-da-di-do, 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 di-di, da-da-di-do. Christ in youth. കർത്താവായ യേശുവേ,
പൂർണ്ണമായിട്ട് കർത്താവെ ഞങ്ങൾ നന്ദിയോടെ ഈ ഒരു സമയത്ത് ഓർക്കുന്നു കർത്താവെ. പക്ഷെ ഭയങ്കര സ്പെഷ്യലായിട്ട്, ഭയങ്കര ചൂസി ആയിട്ട് ഞങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതിനോർത്ത് കർത്താവെ നന്ദി പറയുന്നു. ഈശോയെ, ഈ ഒരു സമയത്ത് കർത്താവെ ഞങ്ങൾക്ക് പല പല വേറെ കാര്യങ്ങൾക്കൊക്കെ പോകാമായിരുന്നു. ഈശോ, എന്നാലും കർത്താവെ അങ്ങയുടെ സ്നേഹവലയത്തിൽ ഞങ്ങൾ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ, അങ്ങ് പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രവിക്കാനായിട്ട് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ചു കർത്താവെ ഞങ്ങളുടെ കാതുകളെ അങ്ങ് തുറക്കണമേ. ഈശോയെ, ഞങ്ങൾ ഈ ഒരു സമയത്ത് കർത്താവെ അങ്ങയുടെ വചനം ശ്രവിക്കാനായിട്ട് പോവാണ് കർത്താവെ. ഞങ്ങളുടെ കാതുകളെ അങ്ങ് തുറക്കണേ കർത്താവെ. ഈശോയെ, നീ എന്താണ് പറയുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ, ആ പാതയിലൂടെ പോകാനായിട്ട് കർത്താവെ നീ ഞങ്ങളെ നയിക്കണമേ കർത്താവെ. ഈ ഒരു സമയത്ത് നമുക്ക് ഈശോയുടെ വചനങ്ങൾ കാതോർക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു. നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിൻ്റെ മക്കളായിരുന്നു. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായി തീർന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗ്ഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. അവിടുന്ന് യേശു ക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. കർത്താവായ യേശുവേ, വചനം പറയുന്ന പോലെ കർത്താവെ പാപത്തിലേക്ക് ഒന്നും വീഴാതെ കർത്താവെ വിശുദ്ധിയോടുകൂടെ ജീവിക്കാൻ, യേശുവെ സ്വർഗ്ഗം ലക്ഷ്യമായി ജീവിക്കാൻ ഞങ്ങളെല്ലാവരും പ്രാപ്തരാക്കണേ. യേശുവായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ, ആ ഒരു വലയത്തിൽ ഞങ്ങൾ കൂട്ടിച്ചേർക്കണേ കർത്താവെ. യേശുവെ, മറ്റുള്ളവർ ചെയ്യുന്നതിലുപരി കർത്താവെ നിൻ്റെ പാത തിരഞ്ഞെടുക്കാനും, നിനക്ക് വേണ്ടി പാടാനും, നിനക്ക് വേണ്ടി ആടാനും, യേശുവെ നിന്നെ പ്രഘോഷിക്കാനും കർത്താവെ ഞങ്ങളെ പ്രാപ്തരാക്കണേ കർത്താവെ. പലപ്പോഴും ഞങ്ങൾ വീണു പോകുന്നുണ്ട് കർത്താവെ. ഞങ്ങൾ ബലഹീനനാണ്. ചില സമയത്ത് ഈശോ പറ്റണില്ല. ഈശോയെ ഞങ്ങളെ താങ്ങി നിർത്തണേ. നമുക്ക് ഈശോനോട് പറയാം, ഈശോയെ ഞങ്ങളെ താങ്ങി നിർത്തണേ കർത്താവെ.
ശാശ്വതമാ സന്തോഷമേ. ഈശോയാൽ സ്നേഹിക്കപ്പെടുന്നവരെ, വചനമാകുന്ന വിത്ത് തൻ്റെ ഹൃദയത്തിൽ പതിച്ചപ്പോൾ 100 മേനി ഫലം എങ്ങനെ പുറപ്പെട്ടു എന്ന് നമ്മോടിന്ന് പങ്കുവെക്കാൻ പോവുക ജോൺ ജോഷിയാണ്. തൻ്റെ ജീവിതത്തിൽ ദൈവവചനം എങ്ങനെ ഒരു അത്ഭുതമായി മാറി എന്ന് ഈ യുവാവ് നമ്മോട് പങ്കുവെക്കുന്നു. ജോൺ ജോഷിയെ ഒത്തിരി സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ജോൺ. ഞാൻ തൃശ്ശൂർ കുരിയച്ചിറ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ വീട്ടിൽ പപ്പ, മമ്മി, അനിയൻ, അമ്മാമ്മ. ഞാനൊരു IT ഫേമിൽ പ്രൊജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ ഒരു ജീസസ് യൂത്ത് മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇവിടെ വന്ന് ചേർന്നിരിക്കുമ്പോൾ വീണ്ടും കർത്താവ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഏകദേശം 13 വർഷമായി ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യുന്നു. ഒരു യാത്രയിൽ തുടക്ക കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് അനുഭവങ്ങളോ ഒന്നും ഇല്ലായിരുന്നിട്ടും നമ്മുടെ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ആ ഒരു സ്നേഹവും ആ ഒരു ഫെലോഷിപ്പും ആ ഒരു പ്രാർത്ഥനയും ഒരു സമയത്ത് ഒന്നുമില്ലാതിരുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ച് ടാലൻറ്റോ അല്ലെങ്കിൽ ആരും അങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ട് സുഹൃത്തുക്കളോ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഈ ഒരു കൂട്ടായ്മയാണ് എനിക്കൊരു പുതിയൊരു വാതിൽ തുറന്നു തന്നത്. കുറേ സുഹൃത്ത് വലയങ്ങൾ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, ചേട്ടന്മാർ, ചേച്ചിമാർ, നമ്മളെ കെയർ ചെയ്യുന്ന ഒരുപാട് എൽഡേഴ്സ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഗോഡ് എക്സ്പീരിയൻസ്, ഒരു ഈശോ അനുഭവം എപ്പോഴെങ്കിലും. ഞാൻ പറഞ്ഞ പോലെ ഒരു 13 വർഷമായി ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യുന്നു. എനിക്കൊന്നും ഏകദേശം ഒരു 5 വർഷമെടുത്തു ഒരു ഈശോയുമായിട്ടുള്ളൊരു എൻകൗണ്ടർ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട്. ഞാൻ BTech പഠിക്കുമ്പോൾ ഏകദേശം ഞാൻ അത്ര ബ്രില്യൻ്റ് അല്ലായിരുന്നു, പഠിക്കാനായിട്ട് അത്രയും ഇതിൽ ഒരു പോകുന്നൊരു ആളല്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഫലമൊക്കെ ആയിട്ട് പിന്നീട് ഒരുപാട് അരിയർ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. ഏകദേശം ഞാൻ ഒരു BTech കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് ഏകദേശം 10 മേലെ അരിയർ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അസാധ്യമായ ഒരു കാര്യമാണ്. കാരണം 4 വർഷം പഠിച്ചിട്ടും 4 വർഷം പരീക്ഷ എഴുതിയിട്ടും സാധിക്കാതെ പാസ്സാവാത്ത സാഹചര്യങ്ങൾ, എങ്ങനെയാണ് ഞാൻ ഇനി ഈ 4 വർഷം കഴിഞ്ഞിട്ട് ഇതിനെയൊക്കെ ഞാൻ ഓവർകം ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചിന്തിച്ച് ഒരുപാട് വിഷമിച്ച് ഒറ്റയ്ക്ക് ഒരുപാട് കുറേ അനുഭവിക്കേണ്ടി വന്നു. പുറത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വീട്ടുകാരായിട്ട് അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ വേദനയൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ സഹിച്ചു കൊണ്ടുപോകുന്നൊരവസ്ഥയായിരുന്നു. അവിടുന്ന് കർത്താവ് ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഉള്ളിലുണ്ടായിരുന്ന കുറേ സ്റ്റേജ് ഫിയേഴ്സൊക്കെ എടുത്തു മാറ്റി. ഒരു ടീച്ചറായിട്ട് വേറൊരു സംസ്ഥാനത്തിൽ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് കർത്താവ് ഒരു അവസരം നൽകി. അതിലൂടെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പല ഭയങ്ങളും കർത്താവ് എടുത്തു മാറ്റായിരുന്നു. പിന്നീട് ഒരു കൊറോണ, ഒരു ലോക്ക്ഡൗണിൻ്റെ സമയമൊക്കെ വന്നപ്പോൾ നമുക്കറിയാം എല്ലാവരും വീടുകളിൽ പൂട്ടപ്പെട്ട് ഒരു പക്ഷേ പലർക്കും ആ ഒരു ലോക്ക്ഡൗൺ വലിയൊരു സഹനത്തിൻ്റെയും വേദനയുടെയും കുറേ നഷ്ടപ്പെടലുകളുടെ ഒരു സമയമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കൊറോണ ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു വഴിത്തിരിവായിരുന്നു. അതെന്ന് പറയുന്നത് ഞാൻ ഈ ഒരു എക്സാമുകൾ എങ്ങനെ ഓവർകം ചെയ്യും, ഇനി എങ്ങനെ കരിയർ മുന്നോട്ട് പോകുമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പേടിച്ച് വിറച്ച് ഇരിക്കുന്ന സമയത്ത് ആ ഒരു കൊറോണയുടെ സമയത്ത് ഞാൻ പഠിച്ചിരുന്നത് അണ്ണ യൂണിവേഴ്സിറ്റിയിലാണ്, കോയമ്പത്തൂർ. അപ്പോൾ അവരൊരു തീരുമാനമെടുക്കുകയാണ് ഈ ഒരു എക്സാമൊക്കെ ഓൺലൈനിൽ നടത്താം, എന്നാൽ കൂടുതൽ സെക്യൂരിറ്റിയും കോപ്പി അടിക്കാൻ പാടില്ല, അങ്ങനെയുള്ള കുറേ മാനദണ്ഡങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു എക്സാം അവർ വീണ്ടും കണ്ടക്ട് ചെയ്യാനായിട്ട് പറയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വർക്ക് ചെയ്തിരുന്ന ആ ഒരു സാലറിയിലത്തെ അവസാനത്തെ പയ്യാണ് എൻ്റെ കയ്യിലുള്ളത്. അതാണ് ഞാൻ എക്സാം ഫീസായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം പിന്നെ എൻ്റെ കയ്യിൽ വേറെ ഒന്നും കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും അടുത്ത് ചോദിക്കാനോ ഒരു സാധ്യതയില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എക്സാം വരുന്നു. ഞാൻ 13 അരിയർ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ അരിയർ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഈ വചനം എടുത്ത് വായിച്ചപ്പോൾ ഞാൻ ആ സമയങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് വചനപ്പെട്ടിയിലാണ്. അപ്പോൾ വചനപ്പെട്ടിയിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു വചനമായിരുന്നു സങ്കീർത്തനം 46-ാം അധ്യായം 10-ാം വാക്യം. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക, ജനതകളുടെ ഇടയിൽ ഞാൻ ഉന്നതനാകുന്നു, ഭൂമിയിലും ഞാൻ ഉന്നതനാകുന്നു.
ഈ വചനം എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. അത് ഒരു വട്ടമല്ല, ഞാൻ വീണ്ടും ഓരോ ദിവസവും 2-3 ദിവസങ്ങളിൽ ഈ വചനപ്പെട്ടിയിൽ നിന്ന് ഈ വചനം എടുത്തപ്പോൾ ഇതേ വചനം തന്നെയാണ് എനിക്ക് കർത്താവ് വീണ്ടും വീണ്ടും തന്നിരുന്നത്. അപ്പോൾ ഈ വചനം ഞാൻ ഓട്ടോമാറ്റിക്കലി പഠിച്ചു. അപ്പോൾ പഠിച്ചപ്പോൾ ഞാൻ ആ ഒരു വചനത്തിൽ അങ്ങ് ആശ്രയിക്കാൻ തുടങ്ങി. ആശ്രയിക്കാന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യാന്ന് പറയുന്ന പോലെ വേറെ ഒന്നിലും ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. ആ ഒരു വചനത്തിൽ ഡിപ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ പരീക്ഷയ്ക്കൊക്കെ ഒരുങ്ങുന്നത്. ഏകദേശം ആദ്യത്തെ ഒരു റൗണ്ട് പരീക്ഷ വന്നപ്പോൾ ഈ പരീക്ഷകളൊക്കെ അറ്റൻഡ് ചെയ്തു. എനിക്ക് ആകെ 3 എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ടുമുണ്ട് ബാക്കി 10ഓളം പേപ്പറുകൾ. ഇനി ഒരു എക്സാം നടത്താനായിട്ട് വേറൊരു സാധ്യതയില്ല. അപ്പോഴാണ് ആ ഒരു തമിഴ്നാട് ഗവൺമെൻറ് മാറുന്നതും പുതിയൊരു നിയമം കൊണ്ടുവരുന്നു. 2007 മുതൽ ഈ ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എക്സാമുകൾ വീണ്ടും നടത്തണം. അത് ഓപ്പൺ ബുക്ക് ടെസ്റ്റായിട്ട് നടത്തണം. അവരുടെ ഇന്ന് ഒരു പൈസ പോലും എക്സാം ഫീ ആയിട്ട് കളക്ട് ചെയ്യരുതെന്നുള്ളത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കർത്താവിന് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു പ്രവൃത്തിയായിരുന്നു. കാരണം അണ്ണ യൂണിവേഴ്സിറ്റി പോലെ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി അവർ തീരുമാനിക്കുകയാണ് ഓപ്പൺ ബുക്ക് ടെസ്റ്റ് ചെയ്യാന്നുള്ളത്. അതും 2007 മുതലുള്ള എല്ലാവരും. ഞാൻ നോക്കുമ്പോൾ ആ പരീക്ഷ കഴിയുമ്പോൾ എനിക്ക് ഏകദേശം ഞാൻ 4 കൊല്ലം എഴുതിയിട്ട് പാസ്സാവാത്ത ഒരു സബ്ജക്റ്റ് പോലും C ഗ്രേഡും B ഗ്രേഡൊക്കെ മേടിച്ച് പാസ്സാവുന്ന പല സാഹചര്യങ്ങളും ഞാൻ കണ്ട് എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ കർത്താവ് കൊണ്ടുപോയിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരുപാട് ചിന്തിക്കാതെ ഒരുപാട് കാൽക്കുലേറ്റ് ചെയ്യാതെ ഞാൻ ചെയ്ത ഒറ്റ കാര്യം എനിക്കിപ്പോൾ ഓർമ്മയുള്ളത്, ഞാൻ ആ വചനത്തിൽ ആഴമായിട്ട് വിശ്വസിക്കുകയും അതിൽ ശരണപ്പെട്ടു എന്നുള്ള കാര്യമാണ്. പിന്നീട് കൊറോണയിലുണ്ടായിരുന്നപ്പോൾ എൻ്റെ പപ്പയ്ക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു. പപ്പ ഹോസ്പിറ്റൽ അഡ്മിറ്റഡായി. അത് ഭയങ്കര ഒരു ക്രിട്ടിക്കൽ അവസ്ഥയിലേക്കൊക്കെ പോയപ്പോഴും ഇതേ വചനം തന്നെയാണ് ഞാൻ വീണ്ടും ഒരു ചെറിയ കുട്ടി എങ്ങനെയാണ് ഒരു ഇതിൽ ആശ്രയിക്കുന്നത്. നമുക്ക് ഒരിക്കൽ ഒരു സ്ഥലത്ത് നിന്ന് സഹായം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ സഹായം തന്നെയായിരിക്കും വീണ്ടും തേടി പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ ആ വചനത്തിലേക്ക് വീണ്ടും ആശ്രയിക്കുന്നു. ഏകദേശം 30ഓളം ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിരുന്ന എൻ്റെ പപ്പ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഞാൻ ഇതേ അനുഭവം തന്നെയാണ്, കർത്താവിൻ്റെ ആ ഒരു വചനത്തിൻ്റെ ഒരു ചേർത്ത് പിടിക്കൽ. പിന്നീട് എൻ്റെ വചനത്തോടുള്ള എൻ്റെ ഒരു സമീപനം മാറി. വചനം ഈശോ തന്നെയാണെന്ന് അടിയുറച്ച് വിശ്വസിക്കാനായിട്ട് ഒരു ശക്തി കർത്താവ് തന്നു. എത്ര വലിയ പ്രതിസന്ധി വന്നാലും എല്ലാവരോടും, വീട്ടുകാരോടാണെങ്കിലും എൻ്റെ സുഹൃത്തുക്കളോടാണെങ്കിലും വചനത്തിൽ ആശ്രയിക്കാനായിട്ട് വിശ്വാസത്തോടെ പറയാനുള്ള വലിയൊരു ഇൻസ്പിറേഷനും വലിയൊരു എനർജിയും കർത്താവ് തന്നു. അപ്പം എനിക്കും ഈ യുവജനങ്ങളോടും എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ വചനത്തെ സമീപിക്കേണ്ട സമയം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഒരിക്കലും ഒറ്റപ്പെട്ട് വേദന അനുഭവിച്ച് പോകേണ്ടവരല്ല. ഈശോയുടെ കൂടെ ഈശോയുടെ വചനം കേട്ടുകൊണ്ട് ഈശോയുടെ സർവ്വം ശ്രവിച്ചുകൊണ്ട് പോകേണ്ടവരാണ്. ഒരിക്കൽ കൂടി വചനത്തിൻ്റെ വലിയൊരു അഭിഷേകത്താൽ എല്ലാവരും നിറയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. Christ in you. പ്രിയ സഹോദരങ്ങളെ, വചനമാകുന്ന ദൈവം എങ്ങനെ തൻ്റെ ജീവിതത്തിന് ശക്തി പകർന്നുവെന്ന് ജോൺ ജോഷി നമുക്ക് പകർന്നു തന്നു. ഈ ജോൺ ജോഷിയെ പോലെ തന്നെ വചനമാകുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്കെല്ലാവർക്കും തീരുമാനമെടുക്കാം. ഈ നിമിഷം ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. വചനമാകുന്ന ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ അവർക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ചുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് എല്ലാ യുവജനങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയെ ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. ദൈവമേ ആരാധന. എല്ലാ യുവജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനമാകുന്ന ദൈവമേ, അങ്ങേ തിരിച്ചറിയുവാൻ, വചനത്തിന്റെ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ അവരെ സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ ആരാധന, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന, 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 ഹല്ലേലൂയ. ദൈവമേ ആരാധന, ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ദൈവമേ. Christ in you. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു പടി കൂടി വളരുവാൻ, കയറുവാൻ നമ്മെ ഇന്ന് സഹായിക്കാൻ എത്തിയിരിക്കുക ഇരിഞ്ഞാലക്കുട രൂപത കാറ്റക്കിസം ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറായിട്ടുള്ള ഫാദർ റിജോയ് പഴയാറ്റീനെ ഒത്തിരി സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എത്രയും സ്നേഹമുള്ള ആന്റണി അച്ഛൻ, പ്രിയമുള്ള യുവജന സുഹൃത്തുക്കളെ, എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ക്രൈസ്റ്റ് ഇൻ യൂത്ത് എന്ന നമ്മളുടെ ഈ ഒരു
പ്രോഗ്രാം ഏറ്റവും മനോഹരമായിട്ട് മുൻപോട്ട് പോകുന്നു. നിങ്ങളതിൽ വളരെ താല്പര്യത്തോടുകൂടെ പങ്കുചേരുന്നു എന്നുള്ളതിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നീണ്ട 56 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ ചന്ദ്രനിലേക്കുള്ള യാത്ര. നിങ്ങൾ കേട്ട് കാണുമല്ലേ? ആ ഒരു മിഷൻ ഒരു പേര് കൊടുത്തിരുന്നു. എന്താണ്? ആർടെമിസ് 2 എന്നാണ് ആ മിഷന്റെ പേര്. അപ്പോളോ എന്ന് പറയുന്ന ഒരു മിഷൻ നാസയുടെ നേതൃത്വത്തിൽ ഏകദേശം 54 വർഷങ്ങൾക്ക് മുൻപ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നാസയുടെ തന്നെ നേതൃത്വത്തിൽ ചെയ്ത ഒരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള യാത്രയായിരുന്നു ആർടെമിസ് 2. അത് വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കിയത് നിങ്ങളൊക്കെ കണ്ടു കാണും. അപ്പം അതിൽ പങ്കെടുത്ത 4 പേരാണ്. ആ 4 പേര് യാത്ര ചെയ്തതിൽ അവരേറ്റവും മുകളിൽ ചെന്ന് ചന്ദ്രൻ്റെ അടുത്ത് യാത്ര ചെയ്യുന്നതിനിടയിൽ കൊടുത്ത ചില ഇൻ്റർവ്യൂസ് ഉണ്ട്. അതിൽ വിക്ടർ ഗ്ലോവർ എന്ന് പറയുന്ന അതിൻ്റെ പൈലറ്റ്, അദ്ദേഹം പറയുന്ന ഒരു കൊച്ചു കാര്യം വെച്ച് ഞാൻ തുടങ്ങാം. അതായിരിക്കും ചിലപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ചലഞ്ചിങ് ആയതുകൊണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ദൈവം ഈ മനുഷ്യന് വേണ്ടിയിട്ട് ഇത്ര മനോഹരമായിട്ട് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൺഫെഷനാണ്, ഒരു ഫെയ്ത്ത് കൺഫെഷനാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ ദൈവം എല്ലാം മനുഷ്യന് വേണ്ടിയിട്ട് മനോഹരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതായിട്ട് പറയുന്നത്. എല്ലാം മനോഹരമായിരിക്കുന്നു. ഇത് മനുഷ്യൻ തന്നെ ഏറ്റുപറയുകയാണ് ചെയ്യുക. ഇത്രയും വലിയ ശാസ്ത്രത്തിൻ്റെ പുരോഗതി എത്തി നിൽക്കുമ്പോൾ ആ പേടകത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച്, ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള കരുതലിനെ കുറിച്ച് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ ഒരു വിശ്വാസ പ്രഘോഷണമായിട്ട് നമുക്കതിനെ കാണാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിൻ്റെ ഈ ഒരു വലിയ കരുതൽ, മനുഷ്യന് വേണ്ടിയിട്ടുള്ള കരുതലുണ്ടല്ലോ, അത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുക കൂദാശകളിലൂടെയാണ്. നമ്മൾ കൂദാശകളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? വ്യത്യസ്തമായിട്ടുള്ള കൂദാശകളെ കുറിച്ചൊക്കെ പഠിച്ചു വരുമ്പോൾ ദൈവം മനുഷ്യനെ എത്രമാത്രം കരുതലോടുകൂടെ സ്നേഹിക്കുന്നു, അവന് വേണ്ടിയിട്ട് എത്രമാത്രം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ രോഗിലേപനം എന്ന് പറയുന്ന ഒരു കൂദാശയുണ്ട് അല്ലേ? നിങ്ങൾക്കറിയാം, രോഗിലേപനം എന്ന് പറയുന്ന ഒരു കൂദാശ ചിലപ്പോൾ പല പേരുകളിൽ അത് അറിയപ്പെടാറുണ്ട്. ചിലപ്പോൾ ചിലർ അതിനെ വേറൊരു പേര് പറയാറുണ്ട്. എന്താണ്? അന്ത്യകൂദാശ എന്ന് പറയാറുണ്ട്. നിങ്ങൾക്കറിയാം, പലപ്പോഴും നമ്മളൊക്കെ കേട്ടുള്ള അന്ത്യകൂദാശ എന്നാണ്. പക്ഷേ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. അത് അന്ത്യകൂദാശയല്ല, അത് രോഗീലേപനമാണ്. അതായത് ഒരു മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയിൽ ദൈവം അവന് തുണയായിട്ട്, ദൈവം അവന് കൂട്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് മനുഷ്യന് കൊടുക്കുന്നതാണ് എന്ത്? രോഗീലേപനം എന്ന് പറയുന്ന കൂദാശ. അല്ലാതെ മനുഷ്യൻ്റെ ആ ജീവിതത്തിൻ്റെ അന്ത്യശ്വാസം വലിക്കുമ്പോൾ അവന് കൊടുക്കേണ്ട ഒരു കൂദാശ മാത്രമല്ല അത്. അവൻ്റെ ഒരു നിസ്സഹായ അവസ്ഥയിൽ ദൈവം അവന് തുണയായിട്ടുണ്ടെന്നുള്ള ഉറപ്പ് മനുഷ്യന് കൊടുക്കുന്നതാണ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം വളരെ മനോഹരമായിട്ട് നമ്മൾ വായിച്ചാൽ ദൈവത്തിൻ്റെ ഈ ഒരു സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാകും. അതായത് ഉത്തിതനായിട്ടുള്ള ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ജെറുസലേമിൽ വെച്ച് ഈശോയുടെ മരണമെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ പത്രോസ് തൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നമുക്ക് മീൻ പിടിക്കാനായിട്ട് പോകാം. വലയന്വേഷിച്ച് വലയെടുത്തവർ കടൽ മീൻ പിടിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ മീൻ പിടിക്കാനായിട്ട് ആരംഭിച്ചിട്ട് അവർ രാത്രി മുഴുവനും മീൻ പിടിച്ചിട്ടും അവർക്ക് ഒരു മത്സ്യം പോലും കിട്ടുന്നില്ല. ഏറ്റവും ഒടുവിൽ ഈശോ അവരുടെ അടുത്ത് വരുന്നുണ്ട്, കടൽ തീരത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈശോയോട് പറയുകയാണ്, നിങ്ങൾ വലതുവശത്ത് എന്ത് ചെയ്യുക? വലയിടുക. ഈശോ പറഞ്ഞത് കേട്ടിട്ട് അവർ വലതുവശത്ത് വലയിടുക. അങ്ങനെ വല നിറച്ചു മീൻ കിട്ടുകയാണ്. അതിൽ പറയും 153 തരം മത്സ്യങ്ങൾ ആ വലയിൽ കുടുങ്ങിയെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 153 എന്ന് പറയുന്ന നമ്പർ ശരിക്കും ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്ന് വരുന്നതാണ്. അതായത് ഈ പ്രപഞ്ചത്തെ മുഴുവനും ദൈവം ഉൾക്കൊള്ളുന്നു എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവനും ദൈവം തൻ്റെ ആ ഒരു വലയിൽ കരുതലോടുകൂടി കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. അപ്പോൾ രോഗിലേപനം എന്ന് പറയുന്ന കൂദാശ മനുഷ്യന് വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ കരുതലിൻ്റെ അടയാളമാണ്. രോഗിലേപനം എന്ന് പറയുന്ന കൂദാശ നമുക്കറിയാം. എങ്ങനെയാണ് ഈ രോഗിലേപനം എന്ന് പറയുന്ന കൂദാശ നടക്കുന്നത്? അച്ഛൻ വരുന്നു, ചിലപ്പോൾ ഈ രോഗിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു, തലയിൽ കൈവച്ച് ആശീർവദിക്കുന്നു, ലേപനം ചെയ്യുന്നു. ഇങ്ങനെയാണ് ആ കൂദാശ പരികർമ്മം ചെയ്യപ്പെടുക. അത് വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിലാണ് ഈ കൂദാശ പരികർമ്മം ചെയ്യപ്പെടുന്നത്. പഴയ നിയമത്തിലും രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതും അവരെ സുഖപ്പെടുത്തുന്നതും
പഴയ നിയമത്തിൽ കാണാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മാർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 13-ാമത്തെ തിരുവചനം എടുത്ത് വായിക്കുമ്പോൾ അവിടെ ഈശോ രോഗികൾ അടുത്ത് വിളിച്ച് തൈലം പൂശി കൈവച്ച് അവരെ സുഖപ്പെടുത്തുന്നത് കാണാം. യാക്കോബിന്റെ ലേഖനം എടുത്ത് വായിക്കുമ്പോഴും 5-ാം അധ്യായത്തിൽ 15, 16, 17 തിരുവചനങ്ങൾ വായിക്കുമ്പോഴും രോഗികളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ച് അവരെ സൗഖ്യപ്പെടുത്തുന്നത് കാണാം. ഇതേ ശുശ്രൂഷ, ഇതൊരു അപ്പസ്തോലിക പാരമ്പര്യമാണ്, രോഗികൾക്ക് സൗഖ്യം കൊടുക്കുക എന്ന്. ഈശോ ചെയ്ത ശുശ്രൂഷ ഇന്ന് സഭയിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിലൂടെ, അവരുടെ പിൻഗാമികളായിട്ടുള്ള മെത്രാന്മാരിലൂടെ, വൈദികരിലൂടെ ഇത് പരികർമ്മം ചെയ്യപ്പെടുകയാണ്. എന്താണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് നിങ്ങൾക്കറിയാവോ? ഈ രോഗിലേപനം എന്ന് പറയുന്ന കൂദാശ പരികർമ്മം ചെയ്യപ്പെടുമ്പോൾ 3 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. രോഗാവസ്ഥയിലായിരിക്കുന്ന മനുഷ്യന് ഏറ്റവും ഒന്നാമതായിട്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ സഹനങ്ങളെ ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വെക്കാനായിട്ട് അവനൊരു അവസരം സഭ കൊടുക്കുകയാണ്. ഓക്കെ. രണ്ടാമതായിട്ട് അവൻ്റെ ജീവിതത്തിലെ ഇപ്രകാരമുള്ള വേദനകളുടെ നിമിഷങ്ങളിൽ അതെല്ലാം ക്രിസ്തീയ സഹനത്തോട് ചേർത്ത് വെച്ച് സന്തോഷപൂർവ്വം അതിനെ സ്വീകരിക്കാനായിട്ട് അവനൊരു പ്രോത്സാഹനം, ഒരവസരം സഭ കൊടുക്കുകയാണ് ചെയ്യുക. മൂന്നാമതായിട്ട് ഈ രോഗിലേപനം എന്ന ശുശ്രൂഷ ചെയ്യപ്പെടുമ്പോൾ ആ അവസ്ഥയിലായിരിക്കുന്ന മനുഷ്യൻ ചിലപ്പോൾ കുമ്പസാരിച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ മോചിച്ച് അദ്ദേഹത്തിന് നിത്യജീവിതം സ്വന്തമാക്കി കൊടുക്കാനായിട്ട് സഭ ഒരവസരം അവർക്ക് കൊടുക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ട് ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒന്നാണ് രോഗീലേപനം എന്ന് പറയുന്ന ഈ കൂദാശ. അതിന് നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാനും അങ്ങനെയുള്ള അവസ്ഥയിലായിരിക്കുന്ന മനുഷ്യരൊക്കെ സഹായിക്കാനും സാധിക്കുക എന്നുള്ളത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. ഇന്നത്തെ ഈ ഒരു ചെറിയ സെഷനിലാണെങ്കിലും നിങ്ങൾ ഈ ഒരു കൂദാശയെ കൂടുതൽ അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ ഇപ്രകാരമുള്ള നല്ല അറിവുകൾ സ്വന്തമാക്കിയിട്ട് തമ്പുരാനെ കൂടുതൽ സ്നേഹിക്കാൻ, ദൈവസ്നേഹത്തെ വളരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ദൈവാനുഗ്രഹവും ഞാൻ സ്നേഹപൂർവ്വം നേരുകയാണ്. ഈശോയാൽ സ്നേഹിക്കപ്പെടുന്നവരെ, ജീവിതത്തിൻ്റെ പല നിമിഷങ്ങളിലും നമ്മൾ ചോദിച്ചു പോയിട്ടുണ്ട്, എന്തുകൊണ്ട് കർത്താവേ ഈ സഹനം? ദൈവം ഒരു ശില്പിയാണ്. ആ ശില്പിയുടെ കരങ്ങളിൽ എത്രമാത്രം നമ്മൾ വിട്ടുകൊടുക്കുന്നു, നമ്മെ തന്നെ കൊത്തി ഒരുക്കുവാൻ, ഒരു മനോഹരമായി ശില്പമാക്കി മാറ്റാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നു, അത്രമാത്രം മനോഹരമായ ഒരു ശില്പമായി അവസാനം നമ്മൾ മാറും. ദൈവത്താൽ രൂപപ്പെടുവാൻ, ആ സഹനങ്ങളിലൂടെ കടന്നു പോകുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് രൂപപ്പെട്ട നല്ല രൂപങ്ങളായി, മനുഷ്യരായി മാറുവാൻ സാധിക്കുക. അടുത്ത ക്രൈസ്റ്റ് ഇൻ യൂത്ത് എപ്പിസോഡിൽ കണ്ടുമുട്ടും വരെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.